കരുമാടിക്കുട്ടൻ്റെ ക്ലൈമാക്സ്, എൻ്റെ ക്യാരക്ടറിൻ്റെ ക്ലൈമാക്സ് എനിക്ക് പേ വന്ന് മരിക്കുന്നതാണ്. ഇത് ഈ പേ വിഷം കൊണ്ട് മരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ടൗണിലെ ഒരു കാപ്പി കച്ചവടക്കാരന് പട്ടി കടിച്ചിട്ട് അയാൾ കിടന്ന്, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇത് കഴിഞ്ഞ് ബാലുഗിരിയത്തിൻ്റെ ഒരു പടത്തിൽ ഒരു കുഞ്ഞിന് പേ വന്ന് കാണിക്കുന്നത്, അന്ന് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇത് കഴിഞ്ഞിട്ട് രഘു ശശിയേട്ടൻ്റെ സംസാരിച്ചോളൂ. അത് വിനയം പറഞ്ഞു, രഘു വളരെ മനോഹരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ട് ആ സംഗതി ചെയ്തിട്ടുണ്ട് രാജേട്ട. നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ മേലോട്ട് വരണം, അല്ലെങ്കിൽ ഒരേപോലെ ഇരിക്കും, കുറച്ചുകൂടെ അതിൻ്റെ മേലോട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിനയ ഇതിന് ഒരു റിഹേഴ്സലൊന്നും വേണ്ട, നിങ്ങൾ ക്യാമറ ആക്സസ് റെഡിയാക്കി വെക്കുക, ഞാൻ അങ്ങോട്ട് വരാം, അതേ പറ്റുള്ളൂ, ഇതിന് റിഹേഴ്സൽ തളർന്നു പോകുന്നുള്ളൂ. രഘു ചെയ്തിരിക്കുന്ന ക്യാരക്ടറിലെ ഇപ്പം കുറച്ച് നല്ല പോസിറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. നെഗറ്റീവ് ക്യാരക്ടർ മോശമെന്നല്ല പറഞ്ഞത്. ചിലതിന് രഘു വേണം, ചിലതിന് ബാബുരാജ് വേണം, ചിലതിന് സായികുമാർ വേണം, ചിലതിന് രാജൻ പി ദേവ് വേണം. ചില നിമിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അതിനകത്ത് ഞാൻ ഇതിനകത്ത് തല്ലുകൊള്ളുന്ന വില്ലനായിപ്പോയല്ലോ, യാതൊരു കുറ്റബോധവും ഇല്ല. നമ്മൾ ഇന്നും നമ്മുടെ വണ്ടിക്ക് ചുറ്റിന് ആൾ കൂടുകയും ചെയ്യുന്നു, ഓട്ടോഗ്രാഫ് പിടിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ സമ്പാദിച്ചതും ഇതെല്ലാം ഈ വില്ലത്തരം കാണിച്ച് ഈ പടം അഭിനയിക്കുകയാണ്. ഈ ലോകത്തിലെ വില്ലൻ നടന്മാരെ എടുത്തോളൂ, ഏറ്റവും വലിയ വില്ലൻ ഏറ്റവും വലിയ നടൻ എന്ന് പറയുന്നത് പോൾ മുനിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അയാൾ എം എൻ നമ്പ്യാർ സാറ് അന്നത് ആവശ്യമായിരുന്നു. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ പൊട്ടനെ പോലെ പാവത്തിനെ പോലെ ഒക്കെ ഭയങ്കര ബ്രൂട്ടൽ വില്ലനാണ്. അദ്ദേഹമാണ് പോൾ മുനി. അദ്ദേഹത്തിന് സർ അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വില്ലനായിട്ട് രംഗത്ത് വന്ന് സമ്പാദിച്ച് പേരും പ്രസിദ്ധിയും നേടിയ നമ്മൾ ഇനി ഞാൻ വില്ലൻ ചെയ്യുന്നതല്ല എന്നൊരു വാക്ക് വായിന്ന് വരികയാണെങ്കിൽ അത് ദൈവദോഷമാണ്. കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് ആണായാലും പെണ്ണായാലും അറിയാം ഇത് അഭിനയമാണെന്നറിയാം. ഇല്ലെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടി ക്ഷണിക്കുകയും നമ്മളെ കാണാൻ വേണ്ടി കൂടുകയും ചെയ്യത്തില്ല അവർ. രാജൻ പി ദേവ് മനോഹരമായിട്ട് പാടും എന്നൊക്കെ പറയുന്നത് കേട്ടില്ല. എന്നാന്നറിയാം, രഘു നല്ല ദാസിയേട്ടന് 3 കുഞ്ഞുങ്ങളുള്ള, അതുകൊണ്ട് മാത്രം അദ്ദേഹം പാടിയാണ് പാട്ട് പാടിക്കണേ. അല്ല അത് കുഴപ്പമില്ല, സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗൽഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. പണ്ട് പഠിച്ചൊരു രവിക്ക് ഉണ്ടാക്കി വെച്ചോ. രവിക്ക് വേറെ കാര്യം അറിയാം, നമ്മുടെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന എല്ലാ നടന്മാരും, സായി, എല്ലാവരും, രഘു, ഞാന്, ദേവൻ, സ്ഫടികൻ ജോർജ്, ബാബുരാജ്, ഇവരെല്ലാവരും പാടുമെന്നുള്ളതാണ്. ഒന്നാമത് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ 80% പാട്ട് പാടുന്നത്. എസ്പെഷ്യലി വില്ലനായ ക്യാരക്ടർ ചെയ്യുന്ന മനോജ് ജയൻ നല്ല പ്രൊഫഷണൽ സിംഗറാണ്. നമ്മുടെ അശോകൻ,